എറണാകുളം കിൻഡർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡയറ്റീഷ്യനായ ശ്രീമതി ജിഷ ജോസഫാണ്. ഇപ്പം നമ്മൾ ഈ ഓരോ ആളുകൾക്ക് ഓരോ തരത്തിലാണ് അവരുടെ ഭക്ഷണ രീതികളും അതിന്റെ അളവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ തന്നെ ചോദിക്കാൻ ഇപ്പൊ നെല്ലിക്കയായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പറയാറുണ്ട്. ഇപ്പൊ ഉലുവയുടെ കാര്യം പറഞ്ഞുള്ള വളരെ കോമൺ ആയിട്ട് പാവയ്ക്ക, നെല്ലിക്കയെല്ലാം പ്രമേഹ രോഗികൾക്ക് കഴിക്കാം. ഡെയിലി അത് ജ്യൂസ് അടിച്ച് കുടിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കഴിക്കാവുന്നതാണോ, അല്ലെങ്കിൽ അളവ് അതേപ്പറ്റി ഒന്ന് വിശദമാക്കാം. പാവയ്ക്കയും നല്ലതാണ്, നെല്ലിക്കയും നല്ലതാണ്, കോവയ്ക്കയും നല്ലതാണ്. ഇതെല്ലാം നല്ലതാണ്. നമുക്ക് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളിലും ഒരു നന്മയുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും പറയുന്നത് ചിലരുടെ ബോഡിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഈ ശരീരത്തിൽ എത്തുന്ന ഭക്ഷണം അക്സെപ്റ്റ് ചെയ്യുന്നതിന് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. അപ്പം മറ്റൊരാൾക്ക് ഉലുവ കുടിച്ചാൽ പ്രശ്നമില്ല, ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ പ്രശ്നമില്ല എന്നുണ്ടെങ്കിലും ചിലർക്ക് ഉലുവ വെള്ളം അലർജി പോലെ കാണാറുണ്ട്. ഇത് തന്നെ നെല്ലിക്കായാലും സംഭവിക്കാം, ചിലപ്പോൾ പാവയ്ക്കായാലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരം എങ്ങനെയാണോ ഒരു ഭക്ഷണത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഭക്ഷണത്തെ സ്വീകരിക്കുന്നത്, അതനുസരിച്ച് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക. പാവയ്ക്ക കഴിച്ചാൽ കുഴപ്പമില്ല എന്നൊരാൾക്ക് തീർച്ചയായിട്ടും പാവയ്ക്ക ഉൾപ്പെടുത്താം. അതിൽ കയ്പുള്ളത് കൊണ്ട് പ്രമേഹം കുറയണം എന്നുള്ളതല്ല. അത് കൂടുതൽ ഫൈബർ ഉള്ള ഒരു പച്ചക്കറി ആയതുകൊണ്ട് നമുക്ക് ഉപകാരപ്രദമാണ്. നെല്ലിക്ക നല്ലതാണ്, നിറയെ വിറ്റമിൻ സി ഉണ്ട്, ആന്റി ഓക്സിഡൻസ് ഉണ്ട്, സിങ്ക് ഉണ്ട്, കുറേ ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക. അത് ഭൂരിഭാഗം പേർക്കും വലിയ കുഴപ്പമില്ലാത്തതാണ്. പക്ഷേ ചിലർക്കെങ്കിലും നെല്ലിക്ക ചിലപ്പം അസ്വസ്ഥത ഉണ്ടാക്കാം, ഇറിറ്റേഷൻ ഉണ്ടാക്കാം. അപ്പം അങ്ങനെയുള്ളവർ നെല്ലിക്ക മാറ്റുക. നമ്മൾ സാലഡ് കഴിക്കാൻ പറയുമ്പോൾ കുക്കുംബർ ചേർക്കാൻ പറയും. പക്ഷേ കുക്കുംബർ ചേർക്കുമ്പോഴും ചിലർക്ക് ജലദോഷമോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ തുമ്മലോ വരാറുണ്ട്. അങ്ങനെയുള്ളവരോട് അത് മാറ്റാൻ പറയും. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ശരീരം എന്ത് സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് അത് ക്രമപ്പെടുത്തുക ഭക്ഷണം. എന്റെ ഭർത്താവ് ഇങ്ങനെ ശരീരം ശോഷിച്ച് വന്നപ്പം ഞാൻ ഇങ്ങനെ ബ്ലഡ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോ ഇങ്ങനെ 295 അപ്പോഴ് അത് പിന്നെ രണ്ടാമത്തെ ആഴ്ച കൊണ്ട് ടെസ്റ്റ് ചെയ്ത് ആഹാരം നിയന്ത്രിച്ച് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത്. ഹലോ, കേൾക്കുന്നുണ്ട് മാഡം. അപ്പോഴിങ്ങനെ രണ്ടാമത്തെ ആഴ്ചയിൽ ഇങ്ങനെ ബ്ലഡ് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തപ്പോ അത് ആഹാരം നിയന്ത്രിച്ച് നോക്കിയിട്ട് രണ്ടാമത്തെ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോ അപ്പോഴേ 265. അപ്പോഴേ ആഹാരം നിയന്ത്രിച്ചാൽ മതിയോ അതോ ഡോക്ടറെ കണ്ടിന്യും ഗുളിക മരുന്ന് വല്ല കഴിക്കണോ എന്ന് അറിയാൻ വയ്യ. ഹസ്ബൻഡിന് എന്ത് പ്രായമുണ്ട്? ഭർത്താവിന് 47 വയസ്സുണ്ട്. ഓക്കെ. 47 വയസ്സിലൊക്കെ ഭക്ഷണ നിയന്ത്രണം കൊണ്ട് തന്നെ ഇൻസുലിൻ എന്ന ഹോർമോണിനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. ആഹാരം നിയന്ത്രിച്ചു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്തതെന്ന് എളുപ്പത്തിൽ പറയാവോ? വീട്ടിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നത് രാവിലെ 3 ദോശ കൊടുക്കും കാപ്പിക്കാൻ. ശരി. പിന്നീട് ഉച്ചയ്ക്ക് ഇത്തിരി ചോറും കൊടുക്കും. വൈകുന്നേരത്ത് ഓട്സ് കട്ടി കൊടുക്കും. പിന്നെ കുക്കുംബർ ഒരെണ്ണം കൊടുക്കും. അതേത് സമയത്താ? അത് രാത്രി ജോലിയും കഴിഞ്ഞ് കൽപ്പണിയാ. അപ്പോഴും ജോലിയും കഴിഞ്ഞ് വരുമ്പോഴേ ഓട്സ് കാച്ചി കൊടുക്കും. കുക്കുംബർ രാത്രിയിലാണോ കൊടുക്കുന്നേ? രാത്രി 8 മണിയാകുമ്പോഴത്തേനും കുക്കുംബറും കൊടുക്കും. ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? വേവിക്കാത്ത പച്ചക്കറികൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല, വേവിക്കാത്ത പച്ചക്കറി കൊടുക്കുന്നില്ല. വേവിച്ച പച്ചക്കറി തന്നെ കൊടുക്കുന്നത്. തോരനോ മെഴുക്കുവരട്ടിയോ അല്ലേ? അത് ചോറിന്റെ എന്തുമാത്രം കൊടുക്കാറുണ്ട്? തോരൻ കൂടുതലാണോ അതോ ചോറായിരിക്കുമോ കൂടുതല്? ചോറ് ഒരു 3-4 കരണ്ടി കൊടുക്കും. ഓക്കെ. എന്താണെന്നറിയോ ചെയ്യണ്ടേ? നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുമ്പോൾ കുറച്ച് വേവിക്കാത്ത പച്ചക്കറികൾ കൂടെ ഉൾപ്പെടുത്തിയാല് ഷുഗർ ഈ 250, 260 ഒന്നും നിൽക്കൂല, 200-ന് താഴേക്ക് വരും കേട്ടോ. അപ്പോ നമ്മൾ വേവിക്കാത്ത പച്ചക്കറികള് ഒരു ബൗളിൽ കൊടുക്കണം. അപ്പോൾ ഈ 3-4 കരണ്ടി ചോറ് കൊടുക്കുന്നത് 2 കരണ്ടിയിലേക്ക് പോകണം. ചോറിന്റെ അളവ് കുറയ്ക്കണം. ചോറിന്റെ അളവ് കുറച്ച് അതിന് പകരം ഇതുപോലെ കുക്കുംബറോ തക്കാളിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ സവാള അരിഞ്ഞിടാം. ഇതെല്ലാം കൂടെ ഒരു സാലഡ് ആയിട്ട് കൊടുക്കുക. ചോറിന്റെ അളവ് കുറയ്ക്കുക കേട്ടോ. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.